ബഹുമാനപ്പെട്ട കോറപ്പീസ്കോപ്പ് അച്ഛനും എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ശമോൻ റമ്പാച്ചൻ, വേദിയിൽ കാണുന്ന 4 വൈദികർക്ക് ഈ 48ാമത് ശ്രാദ്ധ പെരുന്നാളിൽ പങ്കെടുക്കുന്നതിന് ദൂരെ നിന്നും അരികെ നിന്നും കാൽനടയായി എത്തിയിരിക്കുന്ന തീർത്ഥാടകർക്ക്, എല്ലാ സഹോദരങ്ങൾക്കും, അപ്പച്ചന്മാർക്കും, അമ്മച്ചിമാർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്കുമെല്ലാം ദൈവനാമത്തിൽ അഭിവന്യ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ നാമം അനശ്വരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന മഹാപുരുഷൻ എന്ന് തന്നെ പറയാം. നമ്മിൽ നിന്നൊക്കെ വിഭിന്നനായി പല രീതിയിൽ പ്രത്യേകതകളുടെ ഉള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തലമുറയിൽ കാണപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇത്തരം ആളുകൾ വളരെ വിരളമായിട്ട് എഴുന്നേൽക്കാറുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അസാധാരണമായി ഒന്നും സ്വന്തം ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിനെല്ലാം സാധാരണ കാര്യങ്ങളായി. ആ ഹൃദയത്തിൽ എന്നും ആവേശമായി ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഉൾക്കൊണ്ടിരുന്ന ആ ഹൃദയത്തിൽ എല്ലാവരോടും കാരുണ്യവും സ്നേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ചോദിച്ചാൽ പറയും. ചെറുപ്പക്കാർക്ക് അറിയത്തില്ല നേരിട്ട്. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവരിൽ ഒരാളാണ് ഞാൻ. അടുത്ത് പെരുമാറിയിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. പരിശുദ്ധ ഔഗൈൻ ബാവയെ പോലെ വളരെ ഉയരം കുറഞ്ഞ ആളും, എന്നാൽ തൻ്റെ ചുറ്റുപാടുകളിൽ തനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ ഏകോദ്ദേശത്തോടു കൂടി വളരെ ധൃതിയായി എന്തോ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഇനിയും അവശേഷിക്കുന്നു എന്ന വണ്ണം വളരെ ആവേശമായി മറ്റൊന്നും നോക്കാതെ മുമ്പോട്ട് നടന്നു പോകുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ തലമുറയിൽ അസാധാരണനായ ഒരു മതനേതാവായിരുന്നു അദ്ദേഹം. സാധാരണ സഭാമേലധ്യക്ഷന്മാർ ഒക്കെ നമ്മുടെയൊക്കെ ചിന്തകളിൽ അവർ വളരെ പ്രത്യേകമായി താമസിക്കുന്നു, പ്രത്യേക ഭക്ഷണമൊക്കെ കഴിക്കുന്നു. നമ്മളെപ്പോലൊന്നും സാധാരണ ജീവിതമല്ല, എന്തോ അസാധാരണമാണ്, അല്ലെങ്കിൽ മേളിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി വീണതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ ഈ പിതാവിനെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു വ്യത്യാസവും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലായി. കക്ഷി ഭിന്നത ആ മനസ്സിനെ തൊട്ട് തീണ്ടിയിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുകയില്ല, അദ്ദേഹത്തിനെ പുറത്താക്കിയ സ്ഥലത്ത് ചെന്ന് കയറിയാൽ കൂട്ടിക്കിടക്കുന്ന ദേവാലയ വാതിലുകൾ കണ്ടാൽ ആരോടും ഒരു പരിഭവമില്ല, തിരിച്ചുപോയി. ഇതിന് ഏകദേശം ഒരു സമാന്തരമായി ഞാൻ കണ്ടിട്ടുള്ളത് ബർന്നബാസ് തിരുമേനിയാണ്. വേറൊരു സാഹചര്യത്തിൽ അദ്ദേഹം ചില പള്ളികളിൽ ചെന്നാൽ അവിടെ അതിൻ്റെ വാതിലുകൾ ബന്ധിക്കപ്പെട്ടതായി കണ്ട് മനഃപൂർവ്വം അവിടുന്ന് ശാന്തനായി തിരിച്ചു പോന്നിട്ടുള്ള ഇത്രയും നീളമുള്ള അദ്ദേഹത്തിന് ഉയരം. ബാക്കിയുള്ളവരാണ് ആരോടെങ്കിലും ഒരു രോഷമെങ്കിലും തോന്നും. എന്നാൽ സ്മരീയ പുരുഷനായ വിശുദ്ധ ജീവിതം നയിച്ച, ദൈവത്തിനും മനുഷ്യനും വേണ്ടി ജീവിച്ച പത്രോസ് മാർ ഒസ്താത്യോസ് പിതാവിൻ്റെ മനസ്സിൽ കക്ഷിഭേദമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയവൻ ചെറിയവൻ വ്യത്യാസമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധനികനും നിസ്വനും പാവപ്പെട്ടവനും അങ്ങനെ വ്യത്യാസമില്ല.
പണ്ഡിതനും പാമരനും വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ മഹാത്മാഗാന്ധിജിയെ പോലെ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ, അവർക്ക് വേണ്ടി അവരോടുകൂടെ നിലകൊള്ളാൻ, ദൂരെയൊക്കെ മാറി നിന്നൊക്കെ ഉപദേശം പറയാൻ പലരെക്കുറിച്ച് പറ്റും. ഇന്നലെ അഖിലേന്ത്യാ മഹിളാ സമാജം, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഒരു വിഭാഗമായ നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് വിമൻ, അതിൻ്റെ മീറ്റിംഗ് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് ഇന്നത് അവസാനിച്ചു. 3 ദിവസമായിട്ട് നടന്നു വരികയായിരുന്നു. എടക്കൊച്ചിയിൽ വെച്ച് ആൽഫ സെൻറ്ററിൽ, ഓറിയൻറ്റേഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയായിരുന്നു. ഇപ്പം ഇന്നലെ ഒരു മീറ്റിങ്ങിൽ അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ CK ജാനു എന്ന് പറയുന്ന ആളെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവരെയും കൊണ്ടുപോയി. അപ്പം അവരെ പ്രസംഗിച്ചു. 1/2 മണിക്കൂർ നേരം അതിശക്തമായിട്ട് പ്രസംഗിച്ചു. അവർ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, പക്ഷെ അവരുടെ മനസ്സിൽ എരിയുന്ന തീയുണ്ട്. ഞാനവരെ ആദ്യമായിട്ട് കാണുക, നേരെ പത്രത്തിൽ പടമൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഒടുങ്ങാതെ എരിയുന്ന അഗ്നിയുണ്ട്. ഈ സ്കൂളിൽ പോകാത്ത ആൾ കവിത എഴുതിയിരുന്നു. അവർ കവിയാന്ന് തോന്നുന്നു. ഒരു കവിത അവിടെ ചൊല്ലി അവർ തന്നെ എഴുതിയ കവിത. ഞാനെന്ന സ്ത്രീ എന്നാണ് അതിൻ്റെ തലക്കെട്ട്, ശീർഷകം. ഞാനെന്ന സ്ത്രീയുടെ ഹൃദയത്തിൽ എരിയുന്ന, അകതാരിൽ എരിയുന്ന അഗ്നി എന്ന് പറഞ്ഞ ഈ കവിത തുടങ്ങും. ഞാനെന്ന സ്ത്രീയുടെ അകതാരിൽ എരിയുന്ന അഗ്നികുണ്ഠത്തിൽ ഞാൻ ചാമ്പലാകില്ല എന്നാണ് ആദ്യത്തെ 2 വരി. അപ്പം അവർ ചൊല്ലിയപ്പോൾ എനിക്കും കവിത തോന്നി. ഞാൻ അവിടെ ഇരുന്നുള്ളത് കാണാതെ പഠിച്ചു. പിന്നെ എൻ്റെ ഊഴം വന്നപ്പോൾ ഈ കവിത ഞാൻ ചൊല്ലി. ഞാനെന്ന സ്ത്രീയുടെ അകതാരിൽ എരിയുന്ന അഗ്നികുണ്ഠത്തിൽ ചാമ്പലാകില്ല ഞാൻ എന്ന് പറയും. അഭിഗമ്യ വസ്താത്യോസ്തരിമേനി ഇതുപോലെ ഹൃദയത്തിൽ അഗ്നികുണ്ഠവും അതിൽ ചാമ്പലാകാതെ ഞാനെന്ന വ്യക്തിയുടെ അകതാരിൽ എരിയുന്ന അഗ്നികുണ്ഠവുമായി ഈ തെരുവുകളിലൂടെയും കേരളത്തിൽ മിക്കവാറും ചെന്നെത്താവുന്ന തെരുവുകളിലൂടെയും നടന്നതാണ്. വഴിയില്ലാത്തടത്ത് പോകാൻ മടിക്കുന്നവരാണ് നമ്മൾ പലതും. ഞങ്ങളൊക്കെയാണ് തോന്നുന്നു, അതിലെ ചോദിക്കും, അതിലെ വണ്ടി പോകും, ഇല്ല, നടന്നു പോകാൻ ഒക്കുമോ എന്ന് ചോദിക്കും. അദ്ദേഹം അങ്ങനെ ചോദിക്കാറില്ല, അങ്ങ് പോകുക. എവിടെയെല്ലാം നൂണ് പോകാമോ, വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമമെന്ന് അന്നാളുകൾ തിരിച്ചറിയും. അതുകൊണ്ട് കക്ഷിഭേദമന്യേ എല്ലാവരും ഈ അസാധാരണ മനുഷ്യനെ വണങ്ങുമായിരുന്നു, സ്വീകരിക്കുമായിരുന്നു. ഇന്നും ആ പതിവ് തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്തരങ്ങളില്ല, നിമ്നോന്നതങ്ങളില്ല, ഉയർച്ചയും താഴ്ചയുമില്ല. എല്ലാവരും തുല്യരാണ്. എല്ലാവരെയും തുല്യരായി കാണുന്നത് സൂര്യനും ചന്ദ്രനും ഒക്കെയാണ് കർത്താവ് പറഞ്ഞു. നല്ലവരുടെ മേലും അല്ലാത്തവരുടെ മേലും മഴ പെയ്യിക്കുന്നു ദൈവം. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും സൂര്യൻ ഉദിക്കുന്നു. കുറച്ചുപേരെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ മാത്രം സൂര്യൻ ഉദിക്കുന്നു, കുറേ ആളുകൾക്ക് മാത്രം മഴ പെയ്യുന്നു, ബാക്കിയില്ല. ഇപ്പം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഈ സഭ മുമ്പൊന്നും അതുപോലെ കണ്ടിട്ടില്ലാത്ത വിധം പരമല പുണ്യവാളൻ തുടങ്ങി വെച്ച, അതിന് മുമ്പ് തന്നെ അതിന് ബീജാഭാവം നടന്നിരുന്നു. പരമല പുണ്യവാളൻ തുടങ്ങി വെച്ച ഒരു കാര്യം, സഭയ്ക്കുള്ളിൽ അതിനൊരു മിഷനുണ്ട്, സഭയ്ക്ക് പുറത്തേക്കും ഒരു മിഷനുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മിഷൻ ആഭ്യന്തരവും ബാഹ്യവുമാണ്. സഭയ്ക്ക് ആഭ്യന്തര മിഷനുമുണ്ട്, ആഭ്യന്തര മിഷൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ സൺഡേ സ്കൂള്, വർത്തമാന സമാജം, ഫാമിലി യൂണിറ്റ് എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മുടെ ആഭ്യന്തര മിഷൻ, കുടുംബ പ്രാർത്ഥനയൊക്കെ അതിനകത്ത് വരുന്നു, ആഭ്യന്തര മിഷൻ്റെ ഭാഗം. ബാഹ്യ മിഷനുണ്ട്. ഇന്നിപ്പോൾ ഖർ വാപ്പസി എന്ന് പറഞ്ഞൊരു ബഹളമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാനിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത്, വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് ഖർ വാപ്പസിയെ കുറിച്ച്. നമുക്ക് കൗതുകം തോന്നുന്നു, വേദപുസ്തകത്തിലുണ്ടോ ക്രിക്കറ്റ് കളി? ഉണ്ട്. ശൗൽ ദാവീദ് ഗോലിയാത്തിനെ എറിഞ്ഞാൽ ഇങ്ങനെ കറക്കി ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു, നെറ്റി കൊണ്ട് താഴെ വീണി. അത് തന്നെ അല്ലയോ ഈ സച്ചിൻ ടെണ്ടുൽക്കർ ചെയ്യുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേദപുസ്തകത്തിലുണ്ടോ എന്ന് നമുക്ക് തോന്നും. ഈ പരിശുദ്ധനായ മനുഷ്യൻ്റെ മനസ്സിൽ എല്ലാം അവിടെ അടങ്ങും. അദ്ദേഹത്തിന് സാഹിബിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായി. അതുകൊണ്ട് ഇടം വല്ലം നോക്കാതെ പോകും. നേരെ ഒരേ ഉദ്ദേശവുമായിട്ട് അദ്ദേഹം പോകും. മനുഷ്യൻ ആയിരുന്നു അദ്ദേഹത്തിന് വലുത്. ബാഹ്യ മിഷൻ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. ആ ബന്ധനം ഈ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം മനുഷ്യനെയാണ് കണ്ടത്. അവരുടെ ത്വക്കിൻ്റെ നിറമോ വീടിൻ്റെ വലിപ്പമൊന്നുമല്ല, മനുഷ്യനെ തേടി യാത്ര പോയ ഒരാളാണ് പത്രോസ് മാർ ഒസ്താത്യോസ്. ഗ്രീസിൽ പണ്ടൊരാൾ മനുഷ്യനെ തേടിപ്പോയി. പേര് ഡയോജനീസ്. നട്ടുച്ചയ്ക്ക് ഒരു റാന്തലും പിടിച്ചുകൊണ്ട് നല്ല വെയിലത്തേക്ക് അന്ന് പോവുക. ഇങ്ങനെ ആരെങ്കിലും വരുന്നതിന് വിളക്ക് ഇങ്ങനെ കൊക്കി മുഖത്തോട്ട് നോക്കും. അപ്പോൾ അവർ ഇങ്ങനെ തന്നെ കീർക്കാണ്. അപ്പോൾ അവർ എന്നെ നോക്കുന്നത്, ഞാൻ മനുഷ്യനെ അന്വേഷിച്ച് നടക്കുക. അതായത് വലിയ വലിയ ഫിലോസഫറാണ് ഡയോജനീസ്. ഇങ്ങനെ റാന്തൽ വീട്ടിൽ മുഖത്തടുപ്പിച്ച് നോക്കി ചൂട്ടിച്ച് നോക്കാം. അവർക്ക് എന്നെ നോക്കുന്നത്. അല്ല, ഞാൻ മനുഷ്യനെ അല്ലേ, പിന്നെ എന്നെ മനുഷ്യനെ കാണുന്നത്. അപ്പം അദ്ദേഹം അന്വേഷിച്ചതിനൊരർത്ഥമാണ് മനുഷ്യത്വമുള്ള മനുഷ്യൻ. മനുഷ്യത്വമില്ലാത്തവരെ മനുഷ്യനാക്കുന്ന പ്രക്രിയ. അതാണ് ഒസ്താത്യോസ് തിരുമേനി ചെയ്യുന്നത്. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു പ്രാർത്ഥിക്കാൻ. അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു സ്വച്ഛ ഭാരത് വരുന്നതിനൊക്കെ വളരെ മുമ്പേ, കറുവാപ്പസിക്ക് മുമ്പേ അദ്ദേഹം പഠിപ്പിച്ചു ശുചിത്വം. കറുവാപ്പസി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയമൊന്നും പറഞ്ഞാൽ വിചാരിക്കില്ല. ഞാൻ മുടിയനായ പുത്രൻ്റെ ഉപമ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിതാവിനെ വിട്ടിട്ട് പോയിട്ട് സത്യമായി അനുഭവിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ പേരെന്നാ? കറുവാപ്പസി. തിരിച്ച് വീട്ടിലേക്ക് വരുന്നുവെന്നാണ് ചിന്തിക്കുന്നവർ ചിന്തിച്ചു. ജോർജ് സാറിന് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്. അപ്പനെ വിട്ടേച്ച് ദൂരസ്ഥലത്ത് പോയവൻ തിരിച്ച് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകും എന്ന് തീരുമാനിച്ച് തിരിഞ്ഞു വന്നതിനെ വേറെ എന്നാ പേരാ വിളിക്കണ്ടേ? കറുവാപ്പസി എന്നാണ്. ഇന്ന് ഈ ഭാരതത്തിൽ ഈ അഴിമതി കാണിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഒന്ന് കറുവാപ്പസി നടത്തി നീതിയിലേക്ക് സത്യത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഈ രാജ്യം രക്ഷപ്പെട്ടു പോയേനെ. അതിനെയാണ് കറുവാപ്പസി എന്ന് വിളിക്കുന്നത്. അഴിമതിയില്ലാത്ത നമ്മുടെ പുതിയ ചീഫ് സെക്രട്ടറി ഇന്നലെ പറഞ്ഞ് സ്ഥാനമേറ്റ് കഴിഞ്ഞു. അഴിമതിയില്ലാതെ ഞാൻ കാര്യം നടത്തും. അദ്ദേഹം ഓർത്തഡോക്സുകാരനായതുകൊണ്ട് ഞാൻ പറയുക, ഡൽഹിയിലുള്ള കാലത്തും അഴിമതിയില്ലാതെ കോമൺവെൽത്ത് ഗെയിംസ് നടത്തിയപ്പോഴും ഒരൊറ്റയാളിനെ ഉള്ള അഴിമതിയില്ലാതെ ഇല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ജിജി തോംസന് മാത്രം. ബാക്കി അധികം പേര് കേസിൽ കൊടുക്കും. അദ്ദേഹം അത് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ആനന്ദിക്കണം. കാരണം അതൊരു തരം കറുവാപ്പസിയാണ്. നമ്മളെ ദൈവബോധത്തിലേക്കും ശുചിത്വത്തിലേക്കും നീതിബോധത്തിലേക്കും മനുഷ്യ സ്നേഹത്തിലേക്കും തിരിച്ചു വിളിക്കുന്ന പ്രക്രിയയാണ് കറുവാപ്പസി എന്ന് വിളിക്കുന്നത്. മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്താണോ അതിനെ വിളിക്കണം കറുവാപ്പസി. അത് ഗുരുക്കന്മാർ ചെയ്യുന്നത്. അദ്ദേഹം ഒരു വലിയ ഗുരുവായിരുന്നു. ഈ പടം ഇവിടെ കൊണ്ട് വെക്കാൻ ഞാനിപ്പം യോണച്ചൻ്റെ ചെവിയെ പറഞ്ഞതിൻ്റെ നമ്മൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് വേണം ഇതൊക്കെ പറയാൻ കേൾക്കാൻ. മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കണ്ട് വെച്ചാൽ നമുക്ക് ആ ഒരൊറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകളിൽ തിളങ്ങുന്ന മനുഷ്യ സ്നേഹം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞു വരുന്നതും, അന്ന് സഹോദരന്മാരെ സഹോദരിമാരെ എന്നും പള്ളികളിലെ പ്രസംഗത്തിൽ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം എന്ന് വിളിക്കാനാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്നു. വിശ്വാസമുള്ളവരാണോ ഇല്ലാത്തവരാണോ എനിക്കൊന്നും അറിയാറില്ല. എങ്കിലും പറയും വിശ്വാസികളുടെ സമൂഹം. ഈ കല്യാണത്തിന് പോകുമ്പോഴും ഈ വിശ്വാസികളെ എന്നൊന്ന് വിളിക്കുക. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ പൊന്നച്ച പല മതത്തിൽപ്പെട്ടവരവിടെ നിൽക്കുന്നത്, അവരെ കയറി വിശ്വാസികളെ എന്ന് വിളിച്ചാൽ മതമില്ലാത്തവരും കാണും. അതുകൊണ്ട് ഞാൻ ആ പദം മിക്കവാറും ഉപയോഗിക്കാറില്ല. വന്നിരിക്കുന്ന എല്ലാവരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇൻക്ലൂസീവായിട്ട് പറഞ്ഞു. അഭിവന്യ ഒസ്താത്യോസ് പിതാവ് അദ്ദേഹം
പറഞ്ഞിരുന്നതും മലങ്കര സഭാമാസികയിൽ എഴുതിയിരുന്നതുമായ ചെറുപ്പകാലത്ത് ഞാൻ വായിച്ചിട്ടുള്ള വാക്യമാണ് ഞാൻ വായിച്ചു കഴിയുമ്പോൾ ഇത് ഞങ്ങൾക്കറിയാവുന്നതില്ലയോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം. അദ്ദേഹം ഹൃദയത്തിൽ കൊണ്ടു നടന്നതും തൻ്റെ ചുണ്ടിൽ തത്തിക്കളിച്ചതുമായ വാചകമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരങ്ങളെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവർ. മൈ ബിലവഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ എന്ന് കേട്ടാൽ നമുക്കൊരു പിടിയും കിട്ടുകയില്ല. പ്രിയം, ഇഷ്ടം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മൈ ബിലവഡ്. എൻ്റെ തമിഴ്നാട്ടിൽ MGR ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം വലിയ പ്രസംഗത്തിനൊക്കെ പോയാൽ തമിഴിൽ പറയുന്നത് എൻ രക്തത്തിൻ രക്തമേ എന്നാണ് വിളിക്കുക. അപ്പോഴത്തേക്ക് ആളുകളെല്ലാം ആവേശമൊക്കെ പെരുകും. എൻ രക്തത്തിൻ രക്തമേ. ഇദ്ദേഹം വിളിക്കുന്നു മൈ ബിലവഡ്. അദ്ദേഹം സഭയിലേക്ക് വന്നവരെ, സഭയിൽ നിന്നവരെ, ഇരുന്നവരെ എല്ലാം കൂടെ ഈ പറയുന്നു. എൻ്റെ സന്തോഷവും കിരീടവുമായ സഹോദരങ്ങളെ, കർത്താവിൽ നിലനിൽപ്പീൻ മൈ ബിലവഡ്, പ്രിയമുള്ളവരെ എന്ന വാചകം അവസാനിക്കും. ഈ വാചകം ഞാൻ വായിച്ചത് ഒസ്താത്യോസ്തിമേനിയുടെ മനസ്സിൽ എന്തായിരുന്നു സഭയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, വീടുകളെക്കുറിച്ച്, സഭ എന്തിനാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മളോട് ചോദിച്ചാൽ എന്താ പറയും? ജോർജ് സാർ എന്നോട് ചോദിക്കുക എന്തിനായി സഭയ്ക്ക്, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയാം. പക്ഷേ ദൈവത്തിനൊരു ഉദ്ദേശം. നമ്മൾ ഓരോ മനുഷ്യനെയും കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇവിടെ ചോദിച്ചാൽ നമുക്കറിയത്തില്ലായിരിക്കും. പക്ഷേ ദൈവത്തിനൊരു ഉദ്ദേശമില്ല. എന്നെയും ജോർജ് സാറിനെ ഇങ്ങോട്ട് വിടത്തില്ലായിരുന്നു ഈ ഭൂമിയിലോട്ട് മനുഷ്യരാണ്. യോഹന്നാൻ സ്നാപകൻ, ഇന്ന് യോഹന്നാൻ സ്നാപകൻ്റെ നാമത്തിലുള്ള പള്ളിയുടെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് വരികയാണ് ഞാൻ. എന്നാ സ്ഥലത്തിൻ്റെ പേര്? മാൻ തുരുത്തേൽ. മാനെന്ന് ഓർത്തെങ്കിൽ മാനം തുരുത്തേൽ, തുരുത്തേലച്ചനെ ഓർത്തെങ്കിൽ ഈ രണ്ടും കൂടെ ചേർന്ന് മാൻ തുരുത്തേലാകുകയും. യോഹന്നാൻ സ്നാപകൻ ഒരു മനുഷ്യന് കുഞ്ഞായിട്ട് ജനിച്ചു വന്നു. അതിൽ അല്പം അത്ഭുതമൊക്കെ ഉണ്ട്. കാരണം അമ്മ വന്ധിയായിരുന്നു. ഒത്തിരി പ്രായം ചെന്നേ പിന്നാണ് ഈ കുഞ്ഞ് ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഓസ്താത്യോസ്തിമേനിക്ക് പിടിക്കും, നമുക്ക് പിടിക്കും. ഇറ്റ് അപ്ലൈസ് ടു ഓൾ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ്റെ പേരാണ് ജോർജ് സാർ. അവൻ്റെ പേരാണ് ജീവച്ചൻ. അവൻ്റെ പേരാണ് എബ്രഹാച്ചൻ. അവൻ്റെ പേരാണ് ഈ ഇരിക്കുന്ന കുഞ്ഞൻ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഇങ്ങനെ എല്ലാവരെയും കുറിച്ച് പറയാൻ. അതിൽ ഒരു അസാധാരണ മനുഷ്യനാണ് ഈ പിതാവ്. അദ്ദേഹത്തെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതാണ്, നമ്മളെ അയച്ചതുപോലെ തന്നെ. പക്ഷെ അങ്ങനെ അയക്കപ്പെടുന്നവർക്ക് ഓരോ ഉത്തരവാദിത്വം, ഒന്നോ ഒന്നിലധികമോ ഉത്തരവാദിത്വം കൊടുത്തിട്ട് ഈ ഇരിക്കുന്ന പിതാവിന് ഒരു ഉത്തരവാദിത്വം കൊടുത്തു. ആയുഷ്കാലം മുഴുവൻ യുദ്ധമില്ല, ആയുഷ്കാലം മുഴുവൻ അടി കൊള്ളാൻ, ചീത്ത കേൾക്കാനുള്ള നിയോഗം. അതുകൊണ്ടൊന്ന് പേടിക്കുകയൊന്നും ചെയ്യാൻ കേട്ടോ. ഇതിനൊക്കെ 10 ഇരട്ടി കിട്ടുക. എന്നാൽ ഇന്നനുഭവിക്കുന്ന യാതനകൾക്കെല്ലാം അപ്പുറത്ത് എന്നാൽ വിലയുണ്ട്. പക്ഷെ ഇവിടെ തോന്നും അയ്യോ ഞാൻ പരാജയപ്പെട്ടു പോയില്ല, എന്നെ ചീത്ത പറഞ്ഞല്ലോ എന്നൊക്കെ. പക്ഷെ ഒന്നും അതുകൊണ്ട് ഖിന്നനാവരുത്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ്റെ പേരാണ് എൻ്റെ പേർ എന്ന് ഓരോ മനുഷ്യനും കരുതണം. ഈ പിതാവിനെ കുറിച്ച് അതാണ് പറയുന്നത്. ദൈവം ഒരു പ്രത്യേക നിയോഗം കൊടുത്തു വിട്ടു. നീ പോകുക ഭൂമിയിലേക്ക്, ചെന്ന് ഈ പ്രദേശങ്ങൾ ചെന്നിട്ട് സഭ എന്തിനാണ് എന്ന് പറയണം. സഭയുടെ ജോലി എന്താ? കുറേ പ്രാർത്ഥനയും ചൊല്ലി കുർബാന നടത്തിച്ച് പോകാനാണോ? അതുണ്ട്. അത് മാത്രമല്ല, വേറെ ചില പ്രധാന ദൗത്യങ്ങൾ സഭയ്ക്കുണ്ട്. സഭ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കണം. സഭ ഒന്നുമില്ലാത്തവൻ്റെ കൂടെ നിൽക്കണം. നാവില്ലാത്തവൻ്റെ നാവായിരിക്കണം സഭ. നടക്കാൻ മേലാത്തവൻ്റെ കാലുകളായിരിക്കണം സഭ. കൈയില്ലാത്തവന് കൈയായിരിക്കണം. ഇന്ന് ഭഗവാനെ കണ്ടില്ലയോ? 2 കൈപ്പത്തിയും തുന്നി ചേർത്ത് വെച്ച ആക്സിഡൻറ്റ് മരിച്ച ഒരാളുടെ കൈപ്പത്തി എടുത്ത് ട്രെയിനിൻ്റെ അടിക്ക് പോയ കൈ മുറിഞ്ഞു പോയവന് വെച്ച് പിന്നിക്കത്തിട്ട് ഇവിടെ എറണാകുളത്ത് അമൃത ആശുപത്രിയിൽ. എന്തിനാണ് ഈ സഭ ഈ ലോകത്തിൽ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത്? നമ്മളതിനെ സ്ഥാപിച്ചതല്ലല്ലോ. അതിനൊരു ഉദ്ദേശം.
ആ ഉദ്ദേശം സാധിതപ്രായമാകുന്നില്ലെങ്കിൽ വേറെ വഴി ദൈവം കാണും. ഒസ്താത്യോസിനും എനിക്ക് ഈ സത്യം അറിയാമായിരുന്നു. ഇന്നലെ CK ജാനു വന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഈ മണ്ണിന് വേണ്ടിയാണ് ഞാൻ സമരം ചെയ്യുന്നത്. എന്നെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ജീവിച്ചിരുന്നിടത്തുനിന്ന് ഇറക്കി വിട്ടിട്ട് കുടിക്കാൻ വെള്ളമില്ല, അതെല്ലാം മൾട്ടിനാഷണൽ കമ്പനിക്കാർ കൊണ്ടുപോയി. കൊക്കക്കോള ഉണ്ടാക്കാൻ വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഞങ്ങൾക്ക് കൃഷിഭൂമി നഷ്ടപ്പെട്ടു പോയി, അത് മുഴുവൻ ആളുകൾ കൊണ്ടുപോയി, വള്ളവൻ അടിച്ചുകൊണ്ടുപോയി. സർക്കാരിനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് 2 സെൻറ്റ് 3 സെൻറ്റ് 10 സെൻറ്റ് തരാമെന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല. അതിനായി ഇവിടെ നിൽപ്പ് സമരം നടത്തി. എത്ര 82 ദിവസം 62 ദിവസം നിൽപ്പ് സമരം നടത്തി. അവസാനം വിജയിച്ചെന്താ പറയുന്നത്, സർക്കാർ അവർക്ക് അതിൻ്റെ വാഗ്ദാനങ്ങൾ കൊടുത്തു എന്ന് പറയും. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യ അവിടെ അവർ മലയാളത്തിൽ പറഞ്ഞു, വേറൊരാളത് ഇംഗ്ലീഷ് പരിപാടിയാണ്. ഇന്ത്യയിൽ നിന്നെല്ലാം വന്ന 10-20 സ്ത്രീകളിരിക്കുക, അവർ മലയാളം എല്ലാവരും പറഞ്ഞു. എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഒരു സഭയ്ക്കും ചെയ്യാൻ കഴിയാതെ പോയ, സഭകൾ പരാജയപ്പെട്ടു പോയ, മനുഷ്യാവകാശ രംഗത്ത് ഈ അക്ഷരാഭ്യാസമില്ലാത്ത സ്ത്രീയുടെ നേതൃത്വത്തിൽ ജയിച്ചു ദൈവം അവരെ ആക്കിയത്. സഭ പരാജയപ്പെടുന്ന രംഗങ്ങളിൽ വേറെ ആളെ ഉപയോഗിച്ച് ദൈവം ധാരിച്ചു. അതുകൊണ്ട് സുവിശേഷം വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നമ്മളോട് ചോദിക്കും, നമ്മൾ ആരുമാവട്ടെ. അറിയുകയും അറിയിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊരു കടമാണ്. അതിനെയാണ് നമ്മൾ കടമെന്ന് വിളിക്കുന്നത്. അവസ്ഥാത്യവസ്ഥിരിമേനി എന്നതാ അനുവദിച്ച് നിൽക്കുന്നത് തീരാറാ സമയം തീരായിരുന്നു വല്ലോ ആണോ, അതോ എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ പറയണേ. ചോദിച്ച് പറയണേ എപ്പോഴാണ് തീരുന്നത്? എത്ര മണിക്കാണ്? 8 മണി 10 മണി ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ 2 കാര്യം കാണിച്ചാൽ ഞാൻ വിചാരിച്ചു 10 മണി വരെ പ്രസംഗിക്കാൻ ആരോഗ്യം എനിക്കില്ല. അത് 10 മിനിറ്റുണ്ടാണ്. ഇപ്പം ആരും ചിരിക്കുകയും ചെയ്തു. ചിരിച്ചപ്പോൾ എനിക്ക് പേടി തോന്നി. എന്നതാണ് തല കുലിക്കുമ്പോൾ മനസ്സിലായി. 10 മിനിറ്റ് സമയം തന്നിട്ട് അഭിനന്ദനായ പത്രോസ് ഒസ്താത്യോസിനെ കുറിച്ച് ദിവസങ്ങളോളം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചേക്കാം. അപ്പോൾ അച്ഛൻ്റെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനിത് വായിക്കുക മാത്രമേ. പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യം. ഇതൊക്കെ ഒസ്താത്യോസിന് എനിക്ക് ഇഷ്ടമുള്ള വാക്യം ഞാൻ വായിച്ച് കേൾക്കുന്നത്. എനിക്കിതിനെ ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാം, ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കും. അദ്ദേഹം അവകാശപ്പെടുക, യേശു ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ ഈ പിതാവ് പറയുന്നു, മാർത്തോമാ ശ്ലീഹ പറയുന്നു, പരിമലപുണ്യവാളൻ പറയുന്നു, യേശു ക്രിസ്തുവിൽ ഞാനാണല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ. ആകയാൽ എൻ്റെ ആദ്യത്തെ ഭാഗമൊക്കെ വായിക്കാൻ നമുക്കിഷ്ടമാണ്. രണ്ടാമത്തെ ശ്രദ്ധിക്കണ്ട. ആകയാൽ നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. അദ്ദേഹം വെറുതെ സുവിശേഷം പറഞ്ഞു നടന്നത് മാത്രമല്ലല്ലോ, മാമോദീസ നൽകി സഭയിലേക്ക് സ്വീകരിക്കുന്നു എന്നത് അവിടെ നിർത്തിയില്ല. നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും നിങ്ങൾ എന്നെ നോക്കി പഠിക്കുകയും. യേശു ക്രിസ്തു അദ്ദേഹത്തിന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, നിങ്ങൾ എന്നെ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നു, നിങ്ങൾ എന്നെ അനുകരിക്കുകയും. ഞാൻ 3-4 വാക്യം മാത്രം വായിച്ച് കേൾപ്പിക്കാം. ഒസ്താത്യോസിന് എനിക്ക് ഇഷ്ടമുള്ള വാക്യങ്ങൾ, ഭരണവാസത്തിന് എനിക്ക് ഇഷ്ടമുള്ള വാക്യം. അദ്ദേഹം ഈ ബർത്ത്ഡേക്കൊക്കെ ഞാൻ വലിയ ആശംസയെ തന്നെ ഈ വായന സ്ഥിരമായിട്ട് കാണുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വാക്യം. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഭരണവാസത്തിന് എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരു വാക്യമില്ല. ഈ പിതാവിനും അത് ഹൃദ്യമായി. എന്താ ചെയ്യുന്നതെന്ന് ഈ പത്രോസ്താത്യോസിനോട് ചോദിച്ചാൽ പറയും, ഞാനല്ല, പിതാവിനിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യും. നമ്മളാരും അല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നേട്ടമായ വ്യക്തിപരമായ മാഹാത്മ്യത്തിന് വേണ്ടിയുമല്ല നമ്മൾ പറയണം. ഇപ്പോൾ ജോർജ് സാറ് കോളേജിൽ പഠിപ്പിച്ചു,
എന്താ സാറ് കാറ് പഠിപ്പിച്ചു, പെട്രോളും വാങ്ങിച്ചു, പെൻഷനും വാങ്ങിച്ചു, സുഖമായിട്ട് വീട്ടിൽ മാനേജിങ്ങനെ വെച്ച് കമ്പറായിട്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെ മാനേജ്മെൻറ്റ് പോകാതെ സർക്കാരിൽ പോയി കേൾക്കേണ്ടതാണ്. പിതാവായ ദൈവം ഈ അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചു. പിതാവിനിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യും. ഇത് നമ്മൾക്കും ബാധകം. അതുകൊണ്ടാണ് ഞാനിത് വെറുതെ വായിക്കും. ആകയാൽ നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും, ഒരു വാക്യം കൂടെ ഞാൻ വായിക്കും, അനുകാരികളാകുകയും എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്യം കൂടെ വായിക്കാം. കാരണം മനോജൻ വളരെ ചിന്താകുലനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. യോണച്ചൻ എളിത് കൈ കൊടുത്തിരിക്കുക, ഇങ്ങനെ എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ 4-ാമത്തെ വാക്യം കൂടെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കും. 4-ാം അധ്യായത്തിൽ നിന്ന് 9-ാം വാക്യം. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കുന്നു. ആകയാൽ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ദൈവത്തെ അറിയുന്നത് പോലെ ദൈവം നിങ്ങളെ അറിയും. ഈ സ്ഥിതിയിൽ ബാബ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് നടക്കാൻ പോകുമ്പോൾ ആരെങ്കിലും കൂടെ പോകും. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ തേൻതുള്ളികൾ പോകേണ്ടതാണ്. അത് നല്ല വിജ്ഞാനമായിങ്ങോട്ട് വരുന്ന ഗുരുവാണ്. ഇപ്പം വായിങ്ങോട്ട് വന്നാൽ വലിയ ഡിഗ്രിയുള്ളവരൊക്കെ വാവത്തും അതുപോലുള്ള മഹാജ്ഞാനം അവർ. അദ്ദേഹം ചോദിച്ചു, ഭാഗ്യവാനെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? കൂടുതൽ അറിയാൻ പറ്റില്ല. ആരാണ് ഭാഗ്യം? ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ പറയാം നാളെ 8 ലക്ഷം 10 ലക്ഷം 1 കോടി എന്ന് വരാതെ ഭാഗ്യമായിട്ട് നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ ആരാണ് ഭാഗ്യവാൻ? നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളിൽ ദൈവം നിങ്ങളെ അറിയുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ. ഇതാണ് കുറിച്ചിവായുടെ നിർവചനം. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളിൽ, രംഗങ്ങളിൽ ദൈവം നിങ്ങളെ അറിയുമെങ്കിൽ, അത് ഞാൻ അതിനൊരു എംഫസിസ് കൊടുക്കും, ദൈവം നിങ്ങളെ അറിയുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. ദൈവം നമ്മളെ അറിഞ്ഞു കഴിയുന്നു. ഈ അറിവിൽ വളരണം. നമ്മൾ സത്യം അറിഞ്ഞവർ സത്യം വിട്ട് ജീവിക്കാൻ പാടില്ല. സ്വച്ഛ ഭാരത് തുടങ്ങി വെച്ചത് നേരത്തെ. അതിൻ്റെ ഒരു വലിയ സ്വച്ഛ ഭാരതിൻ്റെ ഒരു അപ്പോസ്തലനാണ് പത്രോസ് അവസ്ഥാത്യവസ്ഥയിൽ. അങ്ങനെയാണെങ്കിൽ ശുചിയാക്കേണ്ടത് കുളിമുറിയും കക്കൂസും വീടും റോഡും മാത്രമല്ല, നമ്മുടെ മനസ്സുകളിലാണ് ഈ ചൂലൻ. ഇപ്പോൾ ഡൽഹിയിലെ ഒരു പാർട്ടിയുടെ സിമ്പൽ ഇതാണ്, ഒരു ചൂലൻ. എവിടെയൊക്കെയാണ് ശുദ്ധീകരിക്കേണ്ടത്? അകം. അഭിമന്യ അവസ്ഥാത്യവസ്ഥയിൽ പറയുന്നു, നിങ്ങൾ സ്വച്ഛ ഭാരതാണെങ്കിൽ സ്വച്ഛ ജീവി, സ്വച്ഛ ഹൃദയം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ഇന്നിവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അപ്പുറത്തിരിക്കുന്ന ഞാൻ. സ്വച്ഛ ഹൃദയം. അടുത്ത വായിച്ചിട്ട് ഞാനൊരു വാക്യം പറയാം. 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ഇനിയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. 11-ാം വാക്യം. സഹോദരങ്ങളെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കി ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കും. ഈ 4 വാക്യമാണ് ഞാൻ കണ്ടുപിടിച്ച അവസ്ഥാത്യത്തിൽ എനിക്ക്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കും. എന്തോ സ്വാതന്ത്ര്യം പറഞ്ഞാൽ നമ്മൾ ഒന്നിൻ്റെ അടിമയല്ല, ദൈവത്തിൻ്റെ അടിമയാണ്. എന്നാലേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. വേറെ ഒന്നിൻ്റെയും അടിമയല്ല. യോഹന്നാൻ സ്നാപകൻ ആരെയും പേടിയില്ല, ജീവിക്കാനും പേടിയില്ല, മരിക്കാനും ഭയമില്ലാത്ത ഒരു അസാധാരണ മനുഷ്യനായിരുന്നു യോഹന്നാൻ. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാൽ ഇനിയും നമ്മൾ ഒന്നിൻ്റെയും അടിമയാണ്. ഈ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന തിന്മകളുടെ കൂട്ടത്തിൽ എന്തെല്ലാമൊക്കെ ഉണ്ടോ ഒരു ലിസ്റ്റ് പറഞ്ഞാൽ ഈ പന്തൽ മറച്ച് കാണും.
ഈ തിന്മകൾ ഇനിയും നമ്മൾ അടിമകളാകരുത്. യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞ് നമുക്ക് ഫ്രീഡം, സ്വാതന്ത്ര്യം തന്നു. ഇനിയും നമ്മൾ അടിമകളാകരുത്. എന്തിൻ്റെ അടിമകളാകരുത്? മയക്കുമരുന്നിൻ്റെ അടിമകളാകരുത്, മദ്യത്തിൻ്റെ അടിമകളാകരുത്, തല്ലുകൂടുന്നതിൻ്റെ അടിമകളാകരുത്. ഇന്ന് കണ്ടില്ലേ, ഒരു യുവ നടനും കുറച്ച് പേരെ ഇവിടെ കുടിച്ചു. എന്താ? മയക്കുമരുന്നാണ് വിഷയം. ഹീറോയിൻ എന്ന് പറഞ്ഞ വേറെ അർത്ഥം. ഇത് മനുഷ്യനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നതാണെന്നും ജീവിതത്തിൽ വിശുദ്ധി വേണമെന്നും പഠിപ്പിച്ച ആളാണ് അദ്ദേഹം. ശുചിത്വം പഠിപ്പിച്ച ആളാണ്. വീടിന് മാത്രമല്ല, മനുഷ്യ മനസ്സിൽ സ്വച്ഛ ഹൃദയം, സ്വച്ഛ കേരളം, സ്വച്ഛ ഭാരതം എന്ന വളരെ വിപ്ലവകരമായ ഭാഷയിൽ യേശു ക്രിസ്തുവിനെ അറിയുമ്പം സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഇപ്പം നമ്മളെല്ലാം ഫ്രീയല്ലേ, സ്വതന്ത്ര ഇന്ത്യയിലല്ലേ, പിന്നെ എന്നാ സ്വാതന്ത്ര്യം തോന്നുന്നു? അല്ല, നമുക്ക് ശരിയായ സ്വാതന്ത്ര്യം യേശു ക്രിസ്തു പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഈ സത്യം നമ്മൾ മറക്കാൻ പാടില്ല. അവിടുത്തെ പിതാവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചത് ശുദ്ധിയാക്കൂ, ശുചീകരിക്കൂ വീടിനെ, മനസ്സിൽ. അതുപോലെ വിദ്യാഭ്യാസം ചെയ്യിക്കും. വിദ്യാഭ്യാസം വഴി, ശുചിത്വം വഴി, നല്ല ജീവിതം വഴി ഉയർന്നു വരണം. പണം കൊണ്ട് മാത്രം ഒരു മനുഷ്യന് ഉയരത്തില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇതിനകം വിദ്യാഭ്യാസം വേണം. കുട്ടികളെ പഠിപ്പിക്കണം. പിള്ളേർ ഉഴപ്പി അടിച്ച് ബസ്സിന് കല്ല് കയറി നടക്കാൻ പാടില്ല. നന്നായി കുട്ടികൾ പഠിക്കണം. ശ്രീപാദാസ സമൂഹത്തിൽ നല്ല ബുദ്ധിയുള്ള ഓമന കുഞ്ഞുങ്ങൾ, നന്നായി പാടുന്നവരുണ്ട്, നല്ല സ്കിൽഡായിട്ടുള്ളവരുണ്ട്. ഇത് വേസ്റ്റായി പോകരുത്. ഈ കഴിവൊന്നും അത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം. സഭയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കണം. നന്നായി പഠിച്ച് മദ്യത്തിൻ്റെ പുറകെ പോകാതെ, ദോഷകരമായ വഴിയിലൂടെ ജീവിച്ചു പോകാതെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുമെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ ചെയ്യുന്ന വലിയ കടപ്പാടായി. നമുക്ക് റാസം നടത്താൻ സാധിക്കും, പടത്തിൻ്റെ ഉപകരണം പുഷ്പാർച്ചന നടത്താനും സാധിക്കും. അദ്ദേഹം വലിയ ആളാണെന്ന് മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ എന്ന് ഹൃദയം നിറഞ്ഞ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് കുളിർമ വരുന്നത് എൻ്റെ മക്കൾ ആരുമാകട്ടെ, എൻ്റെ മക്കൾ നേരെ ജീവിക്കുന്നുള്ളതാണ് എൻ്റെ സന്തോഷവും കിരീടവും. അദ്ദേഹം നമ്മളെ വിളിച്ചത് മൈ ജോയ് ആൻഡ് മൈ ക്രൗൺ എന്നാണ്. എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, മൈ ജോയ് ആൻഡ് മൈ ക്രൗൺ, എൻ്റെ സന്തോഷം. നമ്മളില്ല അദ്ദേഹത്തിന് സന്തോഷമില്ല. നമ്മളാണ് അദ്ദേഹത്തിൻ്റെ സ്തേപ്പാനോസ് പറഞ്ഞ കിരീടമെന്ന്. നമ്മളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കുന്നത്. നമ്മളെ കാണുന്നതാണ് അദ്ദേഹത്തിനെ. എപ്പോൾ നമ്മൾ തലകുത്തി നടക്കുമ്പോഴല്ല, നാലുകാലം നടക്കുമ്പോഴല്ല, ബോധമറ്റ് വഴി കിടക്കുമ്പോഴല്ല, തെരുവിൽ ഓടയുടെ അരിയിൽ ബോധമില്ലാതെ പത്തിവിച്ച് കിടക്കുമ്പോഴല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുളിർമ കൊടുക്കുന്ന നല്ല മക്കളായി നമുക്ക് തീരാം. 47 വർഷം കഴിഞ്ഞു. ആ ശബ്ദം ഭൗതികമായി നിലച്ചിട്ട്, പക്ഷേ അദ്ദേഹം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞ അദ്ദേഹം ഇന്നും മക്കളെ, വീട്ടിൽ പ്രാർത്ഥന വേണം. നിങ്ങൾ മദ്യം കഴിക്കാൻ പോകരുത്, തല്ലുകൂടരുത്, മര്യാദയായി ജീവിക്കുക, വെറുക്കൂത്തിന് പോകരുത്. നിങ്ങൾ ദൈവത്തെ ഭയന്നും സ്നേഹിച്ചും ജീവിക്കണം. മറ്റുള്ളവരോട് ആ സ്നേഹം കാണിക്കണം. നന്നായി പഠിച്ച് വളർന്നു വരൂ. നിങ്ങളെ കൊണ്ട് നാടിനാവശ്യമുണ്ട്, സഭയ്ക്ക് ആവശ്യം. കർത്താവ് പറയുന്നു, വസ്താത്യോസ്തിരി പറയുന്നു, നിങ്ങളെ കൊണ്ട് സഭയ്ക്കും കുടുംബത്തിനും നാടിനും ആവശ്യമുണ്ട്. കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്, പിന്നെ മനുഷ്യനെ കൊണ്ട് എന്താ പറയണം? ഈ കഴുതയെ കൊണ്ട് ഞങ്ങൾ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് എത്രയോ അധികം കൊണ്ട് നമ്മളോട് അദ്ദേഹം പറയുന്നു. ഈ 48 ഓർമ്മ നിങ്ങളെല്ലാം വന്നതിന് ഇപ്പം അദ്ദേഹം പ്രസംഗിക്കുന്നെങ്കിൽ പറഞ്ഞേ, എൻ്റെ സന്തോഷവും കിരീടവുമായ എൻ്റെ മക്കളെ, നിങ്ങളെല്ലാം ഒന്നുകൂടെ കണ്ടത് എനിക്ക് വളരെ സന്തോഷം. ഈ പിതാവ് നമ്മളോട് ഈ സന്ധ്യയിൽ പറയുന്നു, നിന്റെ സന്തോഷവും കിരീടവുമായ എൻ്റെ സ്വന്തം മക്കളെ, വാത്സല്യ മക്കളെ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷം. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ഭയന്ന്
സമശിഷ്ടങ്ങളെ സ്നേഹിച്ചു സേവിച്ചു നിങ്ങൾ പഠിച്ചു വലുതാണ്, വിദ്യ കൊണ്ട് വളരണം, ജീവിത വിശുദ്ധി കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. നമ്മുടെ ചെറുപ്പക്കാർ നല്ല ഉത്സാഹമുള്ളവരായി, നീതിനിഷ്ഠരായി, സത്യനിഷ്ഠയുള്ളവരായി വളരട്ടെ. അവരെ കൊണ്ട് കുടുംബത്തിനും സഭയ്ക്കും രാജ്യത്തിനും പ്രയോജനമുണ്ടാകും. രാജ്യം കാത്തിരിക്കുന്നു, സഭ കാത്തിരിക്കുന്നു, കുടുംബങ്ങൾ കാത്തിരിക്കുന്നു. ചെറുപ്പക്കാർ മനസ്സ് വെച്ചാൽ നടക്കും. ഇന്നലെ CK ജാനു പറഞ്ഞു, പെണ്ണൊരു വെട്ടാൽ ഇവിടെ വലതും നടക്കുന്നവർ മൈക്കിൽ കൂടെ മലയാളത്തിൽ പറഞ്ഞു കേട്ട പല സ്ത്രീകൾക്ക് മനസ്സിലായില്ല. അപ്പോൾ പരിഭാഷക്കാരൻ പറഞ്ഞു ഈ ദ വുമൺ ഡസ് സംതിങ് പറഞ്ഞ് പുള്ളിയാൽ ഉരുട്ടുന്നുണ്ട്, ഒഴുകി പിടികിട്ടില്ല. പെണ്ണൊരു വെട്ടാൽ എന്ന് CK ജാനു പറഞ്ഞു. നമ്മൾ വേണമെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെന്താ? അസൂയാണോ, കുശുമ്പാണോ, കിട്ടിയതാണോ, കിട്ടാത്തതിനെ കറിച്ചോ, ദേഷ്യമാണോ, പകയാണോ എന്നത് അന്നേരം മനസ്സിൽ കൂടെ ദൈവമേ പാപിയായ എന്നോട് കരുണ, വലിയ പ്രാർത്ഥനയാണ്. ദൈവമേ പാപിയായ എന്നോട് കരുണ ചെയ്യണത്, മശിഹ മഹാഭാവിയായ എന്നോട് കരുണ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഭീഷ തുല്യമാകും, തേൻതുള്ളി പോലാകും. ഈ പ്രാർത്ഥന മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് പഠിപ്പിക്കാൻ പോകുന്നവർ പലരും പ്രാർത്ഥിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. ആ പിള്ളേർക്ക് ക്ലാസ്സിൽ വിജയിക്കണേ എന്നുള്ളതല്ല, ഈ കുട്ടികൾക്ക് നന്മ വരണേ എന്നാണ് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഈ ദിവസം അഭിയുന്ന അവസ്ഥാവ്യവസ്ഥന് വേണ്ടി വണങ്ങി അദ്ദേഹം പറയുന്നത് കേൾക്ക്. ആവേൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവസ്ഥാവ്യവസ്ഥന് വേണ്ടി സംസാരിക്കും. അത് കേൾക്കാം. യോണച്ചൻ പറയുന്നു സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന്. കാരണം അദ്ദേഹത്തെ അവിടെ തന്നെ ആൾ ഇങ്ങോട്ട് ഇപ്പോൾ തിരിച്ചു പോകും. അതിൻ്റെ അർത്ഥം കഴിഞ്ഞു. ഹിന്ദിയിൽ പറയുന്നത് ഹോകയാണ്, സമയം കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഞാൻ നിർത്തിയേക്കാം, സമയം പ്രദക്ഷിണമൊക്കെ വേണം. കറക്റ്റ് 8 മണി. എത്ര സമയം എന്നോട് പറഞ്ഞില്ല സാർക്ക്. അതുകൊണ്ട് ഞാൻ എത്ര നീട്ടില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വേറെ വിളിച്ചുണ്ടാവില്ല. അപ്പോൾ അവർ സൗകര്യം വിളിച്ച് പറഞ്ഞത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവത്തെ മറക്കല്ലേ, ദിവസമേനെ മറക്കല്ലേ, ആ പുരികുറിയാളെ മറക്കല്ലേ. അവരൊക്കെയാണ് കൂടെ കൂടുള്ളത്. ദൈവം നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങൾക്കുള്ള സകലരെയും ഈ പിതാവിൻ്റെ പ്രാർത്ഥന പോലും വാഴ്ത്തി അനുഗ്രഹിക്കും.